ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടർ പുഡിങ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പാലെടുക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു 1/4 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡും കൂടി നല്ലോണം മിക്സാക്കിയതിന് ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം തന്നെ വേറൊരു ബൗളിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. അപ്പോൾ അതും കൂടി നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണേ. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 500 ml പാലാണ് കേട്ടോ. ഒരു പാക്ക് പാല് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫുൾ പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. അതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബട്ടർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ബട്ടർ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര എക്സ്ട്രാ വേറെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ, അതായത് ഈ ഒരു മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മളിവിടെ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ. അത് ലാസ്റ്റ് ചെയ്താൽ മതി. എല്ലാം ചേർത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും പിന്നെ ആ ഒരു ചൈന ഗ്രാസും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡ് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പിച്ചി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പാലൊക്കെ അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുറുകി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 1-2 അല്ലെങ്കിൽ 3 ഏറിപ്പോയ 3 സ്ലൈസ് ബ്രെഡ് മാത്രം മതി കേട്ടോ. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് ഭയങ്കര ഡ്രൈ ആയിട്ടാവും നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ കുറച്ച് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ ഒരു പാലൊക്കെ നല്ലോണം അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബ്രെഡൊക്കെ ഇങ്ങനെ വെന്ത് വരുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകി വരും. ഇനി നല്ലോണം ചൂടാറാനായിട്ട് വെക്കണം കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അത് നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അധികം ചൂടാറാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ചൂടാറിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലായിരിക്കും നമുക്ക് കിട്ടുക. ഇനി പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൂസ്റ്റ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലോണം തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്